വളർച്ച കാണുന്നത് പുറമേ കാണുന്നത്, ജ്ഞാനം അകമയാ വെളിപ്പെടുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം പുറമേ കാണും. നിങ്ങൾക്ക് പുറമേ വളർച്ച ഉണ്ടാകുമ്പം, ഞാനിങ്ങനെ പറയാണ്, പുറമേ വളർച്ച ഉണ്ടാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. ഇവൻ 6 അടി അല്ലെങ്കിൽ 5 അടി, യേശു 6 അടി വളർന്നു പുറമേ. അപ്പോൾ തന്നെ യേശു 6 അടിയിലും പിതാവിനോടും അകമേ വളർന്നു. മനസ്സിലായില്ലേ? 30ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് യേശുവിന് ഭയങ്കര ചേഞ്ചാ. വിശ്വാസം അങ്ങനെ വളരണം. വിശ്വാസം ക്രിസ്തുവിൽ അങ്ങ് വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു നിങ്ങളിൽ വളരണം. വിശ്വാസം നിങ്ങളിൽ വളരണം. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം തരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതിന് പ്രത്യേകം ഇതൊന്നും വേണ്ട, വിശ്വാസം മതി. അപ്പം നിങ്ങളിന്ന് വളർന്നേ. നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ആമേൻ. അപ്പം വിശ്വാസം എന്ത് ചെയ്യണം? വളരണം. വിശ്വാസം വിശ്വാസിയുടെ ഒരു വാഹനമാണ്. അവൻ സഞ്ചരിക്കുന്ന വിശ്വാസത്താല, അവൻ ജീവിക്കുന്ന വിശ്വാസത്താല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. പിന്നെ രാജ്യങ്ങളെ അടക്കി, സിംഹത്തിന്റെ വാ പൂട്ടി. ബലഹീനത വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നിനക്ക് എന്താണ് സാധിക്കാത്തത്? സ്തോത്രം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വാസിയുടെ ലക്ഷ്യം പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ അവന്റെ ലക്ഷ്യമായതുകൊണ്ട് അവൻ വിജയിക്കുന്നതിൽ ഒന്നാമനായിരിക്കും, അവൻ ജയാളിയായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയം നൽകുന്ന ദൈവത്തിന് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എല്ലാറ്റിനും ജയമുണ്ട്. അപ്പൊ യേശു ജയിക്കാൻ കാര്യം എന്തുകൊണ്ടാ? യേശു പിതാവി വളർന്നു. ദൈവവചനത്തിൽ യേശു വളർന്നു. വചനം യേശു പഠിച്ചു. വചനം യേശു പഠിച്ചു. വചനത്തിൽ യേശുവിൻ്റെ ഒരു വളർച്ച അകത്തു നടന്നു.